ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡ്സ് ഏത് രീതിയിൽ വേണമെന്നുള്ള ചോദ്യത്തിന് പലർക്കും പല ഉത്തരങ്ങളായിരിക്കും. ചിലർക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ക്യാഷ് ബാക്ക് മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾക്കും ഇതുപോലെ ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് താല്പര്യം. കാരണം വേറെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നുമില്ല. ചിലർക്ക് റിവാർഡ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര തുടങ്ങിയ ഇ കൊമേഴ്സ് വൗച്ചേഴ്സ് ഒക്കെ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം. ചിലർക്ക് ഇതെല്ലാം ട്രാവൽ ബെനിഫിറ്റ്സ് ആയിട്ട് മാത്രം കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ട്രാവൽ സെൻട്രിക് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സുകൾ വരുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇൻഡിഗോയുമായിട്ട് ടൈപ്പ് ചെയ്ത് ആക്സിസ് ബാങ്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന 2 ക്രെഡിറ്റ് കാർഡ്സുകൾ കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കൊട്ടക് മഹീന്ദ്ര പുതിയൊരു ട്രാവൽ ക്രെഡിറ്റ് കാർഡ് ഒരെണ്ണം അല്ല 2 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എയർ ആൻഡ് എയർ പ്ലസ് എന്നുള്ള രീതിയിൽ. ഇതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് എയർ മൈൽസ് ആയിട്ടാണ് കിട്ടുന്നത്. റിവാർഡ് ബെനിഫിറ്റ്സ് ആയിട്ട് എയർ മൈൽസ് നൽകുന്ന കാർഡുകളോട് ആൾക്കാർക്ക് ചെറിയൊരു താല്പര്യക്കുറവുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നല്ല എക്സലന്റ് വാല്യൂ ഒക്കെ നൽകുന്ന ഒരുപാട് കാർഡുകൾ മാർക്കറ്റിലുണ്ട്. അതുപോലെയുള്ളൊരു കാർഡാണോ കോട്ടക് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ 2 കാർഡുകൾ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലൈവ് ആയിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. ആൻഡ് വെൽക്കം ടു മൈൽസ് പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്സ്. നമ്മൾ ഈ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ, തായ്ലൻഡ്, ശ്രീലങ്ക, മാൽഡീവ്സ്, ഒമാൻ, ബാലി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള വ്ളോഗ്സ് കാണാം. ഈ വീഡിയോസിലെല്ലാം വരുന്ന കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡ്സ്, മൈൽസ്, പോയിന്റ്സ് ഇതെല്ലാം എങ്ങനെ എഫക്റ്റീവായിട്ട് പാസ്പോർട്ടിലേക്ക് നമ്മുടെ യാത്രയിൽ കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. അത് ഫ്രീ സ്റ്റാർ ഹോട്ടൽ സ്റ്റേ ആവാം, അല്ലെങ്കിൽ ഫ്രീ ഫ്ലൈറ്റ്സ് ആവാം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ലൈവായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ചാനലാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കോട്ടക് മഹീന്ദ്രയുടെ എയർ ആൻഡ് എയർ പ്ലസ് ക്രെഡിറ്റ് കാർഡുകളാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. കോട്ടക് മഹീന്ദ്ര 2 വേരിയന്റിലാണ് ഈ കാർഡ് ഇറക്കിയിരിക്കുന്നത്. ഒന്ന് കോട്ടക് എയർ ക്രെഡിറ്റ് കാർഡ് എന്നും ഒന്ന് കോട്ടക് എയർ പ്ലസ് ക്രെഡിറ്റ് കാർഡും എന്നാണ്. ഇതിന്റെ ജോയിനിങ് ആൻഡ് റിന്യൂവൽ ഫീ രണ്ടിനെ നമുക്ക് പരിശോധിക്കാം. ആക്ച്വലി കോട്ടക് എയർ ക്രെഡിറ്റ് കാർഡിന് ജോയിനിങ് ഫീ ഒന്നും തന്നെ ഇല്ല. അതിന് റിന്യൂവൽ ഫീ മാത്രമേ ഉള്ളൂ. അതായത് ആദ്യത്തെ വർഷം നമുക്ക് ജോയിനിങ് ആയിട്ട് ₹1 പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഒരു വർഷം കഴിയുമ്പോഴേക്കും 999 പ്ലസ് GST എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ കോട്ടക് എയർ പ്ലസ് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോയിനിങ് ആൻഡ് റിന്യൂവൽ ഫീ ആയിട്ട് ₹3000 പ്ലസ് GST ആയിട്ടാണ് വരുന്നത്. ₹3000 പ്ലസ് GST എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന കാർഡാണ്. അതിന് ആനുവൽ ഫീ വേവർ ഒന്നും നിലവിലില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ജോയിനിങ് ഫീ ഒക്കെ നമ്മൾ പേ ചെയ്യല്ലേ, നമുക്ക് കിട്ടുന്ന വെൽക്കം ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോട്ടക് എയർ ക്രെഡിറ്റ് കാർഡിന്റെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 1000 എയർ മൈൽസ് ആണ് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ₹1 പോലും ജോയിനിങ് ഫീ ആയിട്ട് നമ്മൾ പേ ചെയ്തിട്ടില്ല. പക്ഷെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 1000 എയർ മൈൽസ് കിട്ടുന്നുണ്ട്. ഒരു എയർ മൈലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ₹1. എയർ പ്ലസ് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ₹3000 പ്ലസ് GST ഏകദേശം ₹3500 നമ്മൾ പേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2500 എയർ മൈലാണ്. അപ്പൊ തന്നെ നമുക്ക് ഈ പ്രീമിയം കാർഡിനോടുള്ള ഇംപ്രഷൻ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 കാർഡുകളുടെയും ലോഞ്ച് ആക്സസ് ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ഇതിൽ കോട്ടക് എയർ ക്രെഡിറ്റ് കാർഡിന് ഒരു ക്വാർട്ടറിൽ നമ്മൾ ₹60,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വാർട്ടറിലേക്ക് നമുക്ക് അൺലോക്ക് ചെയ്ത് കിട്ടുന്നത് ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വിസിറ്റ് ആണ്. വർഷത്തിൽ 4 അത് മാത്രമാണ് ഈ കോട്ടക് എയർ ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നത്. കോട്ടക് എയർ പ്ലസ് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ് ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഒരു വർഷത്തിൽ 4 ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ്. അത് ക്വാർട്ടറിൽ ഒരെണ്ണം എന്നുള്ള രീതിയിൽ. ഇതെല്ലാം പ്രൈമറി കാർഡ് ഹോൾഡേഴ്സിന് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി നമുക്ക് ഈ കാർഡുകളുടെ സ്പെൻഡ് ബേസ്ഡ് ബെനിഫിറ്റ്സ് നോക്കാം. അതായത് കോട്ടക് എയർ ക്രെഡിറ്റ് കാർഡുകൾ ട്രാവൽ ബുക്കിംഗ്സ് കോട്ടകിന്റെ തന്നെ കോട്ടക് അൺബോക്സ് എന്നുള്ളത് പോർട്ടൽ ത്രൂ നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ₹100 3 എയർ മൈൽസ് ആണ് നമുക്ക് കോട്ടക് എയർ ക്രെഡിറ്റ് കാർഡ് നൽകുന്നത്. അതിന്റെ മന്ത്ലി ക്യാപ്പ് എന്ന് പറയുന്നത് 5000 എയർ മൈൽസ് ആണ്. അതിന്റെ ഒരു ക്യാപ്പ് അവിടെ നിലവിലുണ്ട്. അപ്പൊ ഈ 5000 എയർ മൈൽസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2.5 മാസം 2.5 ലാക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാക്കിയെല്ലാം റെഗുലർ സ്പെൻഡ്സ് ആയിരിക്കും. അതായത് ഒരു എയർ മൈൽ മാത്രമേ ഓരോ ₹100 കിട്ടുകയുള്ളൂ. എയർ മൈലിന്റെ വാല്യൂ ഓൾറെഡി പറഞ്ഞിരുന്നു, ₹1. ഇതിൽ കാറ്റഗറീസ് യൂട്ടിലിറ്റി, ടെലികോം, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, ഗവൺമെന്റ്, റെന്റ്, ഫ്യൂല്, വാലറ്റ് ലോഡിംഗ്, ഗെയിമിംഗ് ആൻഡ് ഡിജിറ്റൽ ഗെയിമിംഗ് തുടങ്ങിയ കാറ്റഗറീസിന് ഒന്നും നമുക്ക് എയർ മൈൽസ് ലഭിക്കുന്നതല്ല. ഇനി കോട്ടക് എയർ പ്ലസ് ക്രെഡിറ്റ് കാർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോട്ടക് അൺബോക്സ് വഴി ബുക്ക് ചെയ്യുന്ന ഓരോ സ്പെൻഡിനും ഓരോ ₹100 5 എയർ മൈൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ആക്സലേറ്റർ റിവാർഡ് ക്യാപ്പ് എന്ന് പറയുന്നത് 15000 എയർ മൈൽസ് ആണ്. ഇനി ഇതിന്റെ റെഗുലർ എലിജിബിൾ സ്പെൻസ് എന്ന് പറയുന്നത് ഓരോ ₹100 2 എയർ മൈൽസ് വീതമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മിനിമം 1000 എയർ മൈൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പാർട്ണർ പ്രോഗ്രാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷമാണ്. പിന്നെ കാറ്റഗറീസ് വിത്ത് നോ റിവാർഡ്സ് യൂട്ടിലിറ്റി, ടെലികോം, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, ഗവൺമെന്റ്, റെന്റ്, ഫ്യൂല്, വാലറ്റ് ലോഡിംഗ്, ഗെയിമിംഗ്, ഡിജിറ്റൽ ഗെയിമിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ എക്സ്ക്ലൂഡ് ആണ്. നമുക്ക് ഇതിന്റെ പാർട്ട്നേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കോട്ടക് എയർ ക്രെഡിറ്റ് കാർഡിന്റെ പാർട്ട്നേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം.
കോട്ടക് എയർ ക്രെഡിറ്റ് കാർഡിന്റെ പാർട്ണർ മൈൽസ് ലിസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാരാജ ക്ലബ്, അതായത് എയർ ഇന്ത്യയുടെ, ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതിന് 3:1 ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഹോട്ടൽ പാർട്ട്നേഴ്സ് ആയിട്ട് മാരിയറ്റ് വന്നിട്ടുണ്ട്, അക്കോറും വന്നിട്ടുണ്ട്. മാരിയറ്റിന് 3:1 ആയിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി കോട്ടക് എയർ പ്ലസ് ക്രെഡിറ്റ് കാർഡുകളെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മഹാരാജ ക്ലബ്ബ്, എയർ ഇന്ത്യ, അത് 2:1 ആയിട്ടുണ്ട്. പിന്നെ മാരിയറ്റ് എന്ന് പറയുന്നതും 3:1 തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഇന്ത്യ, അതായത് മഹാരാജ ക്ലബിന് 2:1 ആയിട്ടുണ്ട് മറ്റേ കാർഡായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഹോട്ടൽ പാർട്ട്ണറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരിയറ്റിൻ്റെത് ഇവിടെയും 3:1 തന്നെയാണ്. കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും നമുക്ക് ബാക്കിയുള്ള ഈ രണ്ട് കാർഡുകൾ തമ്മിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മാരിയറ്റ്. കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ 7 മാരിയറ്റിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എയർ ഇന്ത്യയുടെയും മാരിയറ്റിന്റെയും എത്ര പോയിന്റ്സ് ആയിരിക്കും നമുക്കൊരു യാത്രയ്ക്ക് അല്ലെങ്കിൽ ഒരു താമസത്തിന് ആവശ്യം വരിക എന്ന് നോക്കാം. അതിനുശേഷം ഈ കാർഡ് വർത്താണോ ഇല്ലയോ എന്നുള്ളതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഞാൻ പറയാം. നമ്മളിപ്പോൾ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കൊച്ചി ടു ഡൽഹി നാളത്തേക്ക് ഒരു 1 വേ ഫ്ലൈറ്റ് ആണ്. ഒരു അഡൽട്ട് പോയിന്റ്സ് വെച്ചിട്ടുണ്ട്. സെർച്ച് ചെയ്യാണ്, നമുക്ക് നോക്കാം എത്ര പോയിന്റിനാണ് നമുക്ക് എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഇതിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പോയിന്റ്സ് എന്ന് പറയുന്നത് 13,500 നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആണ്. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ കാര്യം നോക്കേണ്ട. കണക്ഷൻ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പോയിന്റ്സ് നമുക്ക് കൂടുതൽ ഡിമാൻഡ് ചെയ്യും ഇവർ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു എമർജൻസിക്ക് പെട്ടെന്ന് നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് പോകേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യ ഡിമാൻഡ് ചെയ്യുന്നത് കൊച്ചി ടു ഡൽഹി ഒരു സിംഗിൾ ഫ്ലൈറ്റിന് 1 വേ ജേണിക്ക് 13,500 ആണ്. ഓക്കെ, ഇനി നമുക്ക് എമർജൻസി ഒന്നുമില്ല, നമുക്ക് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ കൊച്ചി ടു ഡൽഹി 18 ജൂൺ 2026 ഞാനൊരു 1 വേ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര പോയിന്റ്സ് വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റിസൾട്ട് വന്നിട്ടുണ്ട്. നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റിൻ്റെ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റിന് 7,500 പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചി ടു ഡൽഹി ഒരു 1 വേ ഫ്ലൈറ്റ് കിട്ടും. ഓക്കെ, ഇനി മാരിയറ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നാളത്തേക്ക് ഫെബ്രുവരി 26 ചെക്ക് ഇൻ, ഫെബ്രുവരി 27 ചെക്കൗട്ടിന് നമുക്ക് കൊച്ചിയിൽ ഏതെങ്കിലും ഒരു ഹോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ പോയിന്റ്സ് ആണ് മാരിയറ്റ് ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി മാരിയറ്റ് ഹോട്ടലിന് 18,000 പോയിന്റ്സ് വേണം. 4 പോയിന്റ് ഷെയർട്ടൺ ആണെന്നുണ്ടെങ്കിൽ 12,500 ആണ്. ആർട്ടിസ്റ്റ് ആണെങ്കിൽ 16,500 ആണ്. ലേ മെറിഡിയന് 12,500 ആണ്. കോർട്ട്യാർഡ് ബൈ മാരിയറ്റ് ആണെങ്കിൽ 14,000 ആണ്. പോർട്ട് മെഴ്സിഡീസ് ആണെന്നുണ്ടെങ്കിൽ 17,000 ആണ്. അതിനകത്തൊരു സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതുതായിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് സോൾഡ് ഔട്ട് ആയിരിക്കാം ഈ പർട്ടിക്കുലർ ഡേറ്റിൽ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് പോയിന്റ്സ് വന്നിരിക്കുന്നത് ഒന്ന് 4 പോയിന്റ് ഷെയർട്ടണും പിന്നെ ഒന്ന് ലേ മെറിഡിയനുമാണ്. ഓക്കെ, ഈ ലേ മെറിഡിയൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ജൂലൈ 2026 സമയത്തേക്ക് നമുക്ക് എത്ര പോയിന്റ്സിന് കിട്ടുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഏറ്റവും ലോ പോയിന്റ്സ് ആയിട്ട് വരുന്നത് 8,500 ആണ്. അപ്പോൾ ഒരു 8,500 റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേ മെറിഡിയൻ പോലുള്ള ഒരു ലക്ഷറി സ്റ്റാർ ഹോട്ടൽ സ്റ്റേയിൽ നമുക്ക് ഫ്രീ ആയിട്ട് വിത്തൗട്ട് എനി ടാക്സ് പോലും പേ ചെയ്യേണ്ട നമുക്കവിടെ സ്റ്റേ ചെയ്യാം. ഒരു ഫ്രീ ഫ്ലൈറ്റിന്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റേക്ക് ഏകദേശം എത്രത്തോളം പോയിന്റ്സ് വേണ്ടി വരുമെന്ന് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ റിയാലിറ്റി മനസ്സിലായില്ലേ? കഴിഞ്ഞ ആഴ്ച ആക്സിസ് ബാങ്ക് ഇൻഡിഗോ ആയിട്ട് ടൈപ്പ് ചെയ്ത് പുതിയ കാർഡ് ലോഞ്ച് ചെയ്തു. അതും യൂസ്ലെസ് ആയിട്ടുള്ള കാർഡായിരുന്നു. ഇപ്പോൾ കോട്ടക് മഹീന്ദ്ര എയർ ആൻഡ് എയർ പ്ലസ് എന്നുള്ള രീതിയിൽ എയർ മൈൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള 2 ക്രെഡിറ്റ് കാർഡുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതും യൂസ്ലെസ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. പക്ഷേ കംപ്ലീറ്റ്ലി യൂസ്ലെസ് എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ ബേസിക് വേരിയന്റ് ആയിട്ടുള്ള, അതായത് കോട്ടക് മഹീന്ദ്ര എയർ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അപ്പോൾ ഈ എയർ മൈൽസ് എന്താണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എയർ മൈൽസിന്റെ ആ ലോകത്തിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് കാർഡ് എന്നുള്ള രീതിയിൽ ജോയിനിങ് ഫീ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ കാൽക്കുലേഷൻസ്, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ ഇത് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവർക്കൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് ഈ കാർഡ് എടുക്കാം. പക്ഷെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഇത് ക്യാൻസൽ ചെയ്യുന്നതാണ് നല്ലത്. കാരണം 1,000 രൂപ 999 പ്ലസ് GST അതിന് പോലും വർത്തായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നില്ല.